അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അംറ് നഹി എന്ന ഫീലിനെ കുറിച്ചാണ് നാം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുളാരിയായ ഫീലിൽ ലമ്മയിൽ എന്നെ പ്രവേശിച്ചതുപോലെ ഷക്കീലയുടെ നൂന്, അഫീഫയുടെ നൂന് എന്നീ രണ്ട് നൂനുകൾ പ്രവേശിക്കുന്നതാണ്. ആ രീതിയിൽ ഈ നൂനുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തേക്കീദിൻ്റെ, അതായത് തീർച്ചയായും എന്ന അർത്ഥം കൂടി മുളാരിയായ ഫീലിൽ ലഭിക്കും. ഈലം, നീ മനസ്സിലാക്ക്. അന്നൂനി തേക്കീദ്, നിശ്ചയമായും തേക്കീദിൻ്റെ നൂനുകൾ തദ്ഖുലു, അത് പ്രവേശിക്കും. മാൽ ലാമിൽ മഫ്തൂഹത്തി, ഫതഹാക്കപ്പെട്ട ലാമിനോട് കൂടെ. അലൽ ഫീലിൽ മുളാരിയായ ഫീലിലും, വൽ അംറ് ഫീലിലും, വൻ നെഹിൻ്റെ ഫീലിലും. അംറ്, നഹി, മുളാരി എന്നീ ഫീലുകളിൽ ഫതഹാക്കപ്പെട്ട ലാമിനോട് കൂടെ തേക്കീദിൻ്റെ നൂനുകൾ പ്രവേശിപ്പിക്കും. വഹിയ നൗവാനി, തേക്കീദിൻ്റെ നൂനുകൾ രണ്ട് ഇനമാണ്. സക്കീലത്തു അഫീഫത്തു. സക്കീല എന്ന് പറഞ്ഞാൽ സദ്ദുള്ള നൂനാണ്. അഫീഫ എന്ന് പറഞ്ഞാൽ സദ് ചെയ്യപ്പെടാത്ത നൂനുമായിരിക്കും. സക്കീലത്തു, സക്കീലയുടെ ഉദാഹരണം. ഫിൽ മുസ്തക്കിബിലായ ഫീലിൽ സക്കീലയുടെ നൂന് വന്നാലുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. ലയഫലന്ന, ലയഫലാനി, ലയഫലുന്ന, ലതഫലന്ന, ലതഫലാനി, ലയഫൽനാനി, ലതഫലന്ന, ലതഫലാനി, ലതഫലുന്ന, ലതഫലിന്ന, ലതഫലാനി, ലതഫൽനാനി, ലഫലന്ന, ലനഫലന്ന. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യഫൽ എന്ന ഫീലിൽ ഷക്കീലയിലെ നൂന് പ്രവേശിച്ചപ്പോൾ യഫലന്ന എന്നായി. ഫതഹാക്കപ്പെട്ട ലാമിനെ ആദ്യം കൊടുക്കുകയും അവസാനം സദ് ചെയ്ത നൂനുമാണ് പ്രവേശിച്ചതെങ്കിൽ അതിന് ഷക്കീലയുടെ നൂന് എന്ന് പറയപ്പെടും. ഷക്കീലയുടെ നൂന് മുളാരിയായ ഫീലിൽ പ്രവേശിച്ചാൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമ് കൊടുത്തിട്ടുണ്ടാകും. മുളാരിയായ ഫീലിൻ്റെ അർത്ഥം തന്നെയാണ് ഉള്ളത് എങ്കിലും തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കും എന്നുള്ള അർത്ഥം ലഭിക്കും. ലയഫലന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കും. വാദാനാണ്, മുദക്കറാണ്, ഓയിബാണ്, മുസ്ബത്താണ്, ഫീല് മുസ്തഖബിൽ, മഅറൂഫ് ദമീർ ഹുവ എന്നാകും. ബിലാമി തേക്കീദിൻ നൂനി സക്കീലത്ത് എന്നുകൂടി ഇതിൽ ചേർക്കണം. അതായത് ഷക്കീലയുടെ നൂന് കൊണ്ട് തേക്കീദാക്കപ്പെട്ടത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ മറ്റു രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ലയക്തുലന്ന, ലയക്തുലാനി, ലയക്തുലുന്ന, ലതക്തുലുന്ന, ലതക്തുലാനി, ലയക്തുൽനാനി, ലതക്തുലന്ന, ലതക്തുലാനി, ലതക്തുലുന്ന, ലതക്തുലിന്ന, ലതക്തുലാനി, ലതക്തുൽനാനി, ലഅക്തുലന്ന, ലനക്തുലന്ന. ലയൻസുറന്ന, ലയൻസുറാനി, ലയൻസുറുന്ന, ലതൻസുറന്ന, ലതൻസുറാനി, ലയൻസുർനാനി, ലതൻസുറന്ന, ലതൻസുറാനി, ലതൻസുറുന്ന, ലതൻസുരിന്ന, ലതൻസുറാനി, ലതൻസുർനാനി, ലഅൻസുറന്ന, ലനൻസുറന്ന. അടുത്ത പാഠം ഷക്കീലയുടെ നൂന് കൊണ്ട് മുളാരി മുസ്ബത്തായ ഫീലിനെ മംഫിയാക്കുന്നതിന് ഉദാഹരണം. നഫീൽ മുസ്തഖബിലിനെ നഫിയാക്കുന്നത് ബിൻ നൂനി സക്കീലത്തി, സക്കീലയായ നൂന് കൊണ്ട്. അത് നോക്കാം. നഫീൻ്റെ ലാമാണ് ഇതിൽ ചേർക്കുക. ലാ യക്തുലന്ന, ലാ യക്തുലാനി, ലാ യക്തുലുന്ന, ലാ തെക്തുലന്ന, ലാ തെക്തുലാനി, ലാ യക്തുൽനാനി, ലാ തെക്തുലന്ന, ലാ തെക്തുലാനി, ലാ തെക്തുലുന്ന, ലാ തെക്തുലിന്ന, ലാ തെക്തുലാനി, ലാ തെക്തുൽനാനി, ലഅക്തുലന്ന, ലനക്തുലന്ന. ലാ യഫലന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്നാണ്. ഇവിടെ വാദാനാണ്, മുദക്കറാണ്, ഓയിബാണ്, നഫി മുസ്ബത്ത് നീങ്ങി നഫിയാണ്. അൽ ഫീലിൽ മുസ്തഖബിലി മഅറൂഫി ബിൻ നൂനി തക്കീദ്, ഷക്കീലയുടെ നൂന് കൊണ്ട് ദമീർ ഹുവ.
ഇതിൻ്റെ ഉദാഹരണങ്ങൾ: ലാ യക്തുലന്ന, ലാ യക്തുലാനി, ലാ യക്തുലുന്ന, ലാ തെക്തുലന്ന, ലാ തെക്തുലാനി, ലാ യക്തുൽനാനി, ലാ തെക്തുലന്ന, ലാ തെക്തുലാനി, ലാ തെക്തുലുന്ന, ലാ തെക്തുലിന്ന, ലാ തെക്തുലാനി, ലാ തെക്തുൽനാനി, ലാക്തുലന്ന, ലാ നക്തുലന്ന. ലാ യൻസുറന്ന, ലാ യൻസുറാനി, ലാ യൻസുറുന്ന, ലാ തെൻസുറന്ന, ലാ തെൻസുറാനി, ലാ യൻസുർനാനി, ലാ തെൻസുറന്ന, ലാ തെൻസുറാനി, ലാ തെൻസുറുന്ന, ലാ തെൻസുറാനി, ലാ തെൻസുരിന്ന, ലാ തെൻസുറാനി, ലാ തെൻസുർനാനി, ലാ അൻസുറന്ന, ലാ തെൻസുറന്ന. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുസ്ബത്തായ ഫീലാണ് ശക്കീലയായ നൂന് പ്രവേശിച്ചതെങ്കിൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമിനെ കൊടുത്തിരിക്കും. മംഫിയായ ഫീലിൽ ആണെങ്കിൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാം ഉണ്ടാവുകയില്ല. അവസാനം ആ ശദ്ദാക്കപ്പെട്ട നൂന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കത്തിൽ മുലാരിയായ ഫീല്, അംറ്, നഹ്യ് 3 ഫീലുകളിൽ ഷക്കീലയുടെയും അഫീഫയുടെയും നൂന് പ്രവേശിക്കും. ഷക്കീലയുടെ നൂന് എന്ന് പറഞ്ഞാൽ മുസ്ബത്തായ ഫീലിൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമും അവസാനത്തിൽ ശദ്ദാക്കപ്പെട്ട നൂനും ഉണ്ടായിരിക്കും. ഷക്കീലയുടെ നൂന് പ്രവേശിച്ചാൽ തീർച്ചയായും എന്നുള്ള ഒരു തേക്കീദിൻ്റെ അർത്ഥം കൂടി ഇവിടെ ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽ ഫീലിൽ മുസ്തഖ്ബിലി മഅറൂഫി ബിൻ നൂനി തെക്കീദ് ഷക്കീലയുടെ നൂന് കൊണ്ട് ലൊമീർ ഹുവ. ഇതിൻ്റെ ഉദാഹരണങ്ങൾ: ലാ യക്തുലന്ന, ലാ യക്തുലാനി, ലാ യക്തുലുന്ന, ലാ തെക്തുലന്ന, ലാ തെക്തുലാനി, ലാ യക്തുൽനാനി, ലാ തെക്തുലന്ന, ലാ തെക്തുലാനി, ലാ തെക്തുലുന്ന, ലാ തെക്തുലിന്ന, ലാ തെക്തുലാനി, ലാ തെക്തുൽനാനി, ലാ യക്തുലന്ന, ലാ നക്തുലന്ന. ലാ യഫ്അലന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്നാണ്. ഇവിടെ വാദാനാണ്, മുദക്കറാണ്, ഓയിബാണ്, നഫിയാണ്. ലാ തൻസുറാനി, ലാ തൻസുരിന്ന, ലാ തൻസുറാനി, ലാ തൻസുർനാനി, ലാ അൻസുറന്ന, ലാ തൻസുറന്ന. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുസ്ബത്തായ ഫീലാണ് ഷക്കീലയായ നൂന് പ്രവേശിച്ചതെങ്കിൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമിനെ കൊടുത്തിരിക്കും. മംഫിയായ ഫീലിൽ ആണെങ്കിൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാം ഉണ്ടാവുകയില്ല. അവസാനം ആ ശദ്ദാക്കപ്പെട്ട നൂന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കത്തിൽ മുലാരിയായ ഫീല്, അംറ്, നഹി 3 ഫീലുകളിൽ ഷക്കീലയുടെയും അഫീഫയുടെയും നൂന് പ്രവേശിക്കും. ഷക്കീലയുടെ നൂന് എന്ന് പറഞ്ഞാൽ മുസ്ബത്തായ ഫീലിൽ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമും അവസാനത്തിൽ ശദ്ദാക്കപ്പെട്ട നൂനും ഉണ്ടായിരിക്കും. ഷക്കീലയുടെ നൂന് പ്രവേശിച്ചാൽ തീർച്ചയായും എന്നുള്ള ഒരു തേക്കീദിൻ്റെ അർത്ഥം കൂടി ഇവിടെ ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.